അതിൻ്റെ മൂന്നാമത്തെ വചനം. താൻ ജീവിച്ചിരിക്കുന്നത് അനേക ദൃഷ്ടാന്തങ്ങളാൽ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. യേശു അവർക്ക് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തു. നമ്മൾ അതാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളെല്ലാം കാണിച്ചു കൊടുക്കുന്നവരായി മാറി. കാണിച്ച് കൊടുക്കുന്നവരായി. യേശു താൻ ജീവിച്ചിരിക്കുന്നെന്ന് അനേകം അത്ഭുതങ്ങളാലും അടയാളങ്ങളും ചെയ്തെത്തിയതു കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കും, നിങ്ങൾ തെളിയിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നതെല്ലാം അങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവം ഓരോ ശിഷ്യന്മാരെ കൊണ്ട്, ദൈവത്തിന്റെ ദാസന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശു ആരെ കൊണ്ട് ചെയ്യിപ്പിച്ച്? തന്റെ ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളിലൂടെ വൻകാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ ബുധനാഴ്ച അഡ്ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പ്രാർത്ഥന വന്നിരുന്ന എല്ലാവരും പ്രാർത്ഥിച്ചു. 16 പേരൊന്നും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വന്നിരുന്ന എല്ലാവരും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാം, നമ്മള് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. നമ്മള് അറിഞ്ഞൂടെങ്കിലും അറിയാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? നമ്മൾ അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചാൽ അടുത്തൊരു ദൈവപ്രതി വെളിപ്പെടുത്തും. ഹല്ലേലൂയ. എനിക്കൊന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. നമുക്കൊരു കാനാൾ കലവിൽ നോക്ക്. യേശുവിന്റെ അമ്മ മറിയയുടെ പോവുകയാണ്. മറിയയുടെ പോയിട്ട് അവിടെ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയി. അല്ലെ, വീഞ്ഞ് തീർന്നു പോയി. തീർന്നപ്പോൾ മറിയ വന്ന് ഓടി ആഴ്ന്ന് പറയാണ്, യേശുവിനോട് പറയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു എന്ത് ചെയ്തു? യേശു അല്പം കഴിഞ്ഞിട്ട് ആ കൽപാത്രങ്ങൾ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ് വെള്ളം നിറച്ച് വീഞ്ഞാക്കി എന്ത് ചെയ്തു? മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. ഇതേപോലെ നമ്മൾ തെളിയിക്കാൻ പോകണം. അപ്പോ യേശുവിന്റെ അമ്മ മറിയ എന്ത് ചെയ്തു? ഓടിയത് പറയണം, അയ്യോ മോനെ, ഇതാ ഇവിടെ ഈ വീട്ടില് ഇവർ പാവപ്പെട്ടവരാണ്, ഇവരെ വീട്ടിലെ വീഞ്ഞ് എന്ത് ചെയ്തു? തീർന്നു പോയി. കല്യാണത്തിന് ആകാരം തീർന്നത് നാണക്കേടാണ്, അല്ലെ? സത്യം തീർന്നു പോയാൽ നാണക്കേടാണ്. പക്ഷെ യേശുവിന്റെ അമ്മ മറിയോ എന്ന് പറയാണ്, അയ്യോ മോനെ, വീഞ്ഞ് തീർന്നു പോയി. ഹല്ലേലൂയ. യേശു പറഞ്ഞൊരു കാര്യം, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിലെന്ത്? അടുത്ത് യേശുവിന്റെ അമ്മ അവരുടെ വീട്ടുകാരോട് പറയുന്ന കാര്യം, അവൻ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ അതേപോലെ എന്ത് ചെയ്യണം. ഹല്ലേലൂയ. യേശു അവിടെ കഷ്ടത കണ്ട്, കണ്ണുനീര് കണ്ട്, അവിടെ കിടന്ന കൽപാത്രങ്ങൾ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ് നിറച്ചു. ആ വീടിന്റെ അകത്ത് നിറച്ച് വീഞ്ഞ് കൊണ്ട് നിറച്ചതുപോലെ. ഹല്ലേലൂയ. ഞാൻ പറയാം, ഒരു സാഹചര്യങ്ങൾ കാണത്തില്ല, എല്ലാം നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ സാഹചര്യത്തെ ആര് മനസ്സിലാക്കി? യേശുവിന്റെ അമ്മ എന്ത് ചെയ്തു? പോയി മനസ്സിലാക്കി. ഹല്ലേലൂയ. ഇതേപോലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഒന്നും കാണത്തില്ല, അയൽപക്കത്ത് ഒന്നും കാണത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പോയി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കഴിഞ്ഞ കുറെ വീടുകളിൽ പോയി പാവപ്പെട്ട രണ്ടൂന്ന് കണ്ണ് കണ്ടുകൂടാത്ത അമ്മച്ചിമാരെടുക്കെ പോയി, ഒരു 46 വയസ്സായി, അല്ലെ? ഇങ്ങനെ അത് തളർന്ന് കിടക്കുകയാണ്. പുള്ളി എണീറ്റിരിക്കുന്ന നേരം നിവർന്ന് നിൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില വീടുകൾ നിങ്ങൾ പോയി. ഹല്ലേലൂയ. കണ്ണുനീര് കുടിക്കുന്ന ചില വീടുകളിലേക്ക് പോയി. ആ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ കൃപ തന്നു. ഹല്ലേലൂയ. ആ വീട് നമ്മൾ വീണ്ടും പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതേപോലെ കണ്ണുനീരിൽ കിടക്കുന്ന, കഷ്ടതയിൽ കിടക്കുന്ന ധാരാളം വീടുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മൾ വീട്ടിട്ടാത്തിരുന്ന ഒരു അപ്പോസ്തല പ്രവൃത്തി വെളിപ്പെടുത്തുന്നില്ല. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ മറിയ കാനാൽ കല്യാണ വീട്ടിൽ പോയപ്പോൾ അന്ന് യേശു എന്ത് ചെയ്തു? ആദ്യത്തെ അത്ഭുതം അവിടെ നടന്നു. ഹല്ലേലൂയ. ആദ്യത്തെ അത്ഭുതം അവിടെ നടന്നു. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ വീട്ടിൽ പോയി അവിടുത്തെ കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് യേശുവിനോട് എന്ത് ചെയ്ത് അവിടെ ഒരു അത്ഭുതം നടന്നത്. ഹല്ലേലൂയ. ഇതേപോലെ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം. അവിടെ കഷ്ടപ്പെട്ട് കിടക്കുന്ന, കണ്ണുനീർ കുടിച്ച് കിടക്കുന്ന വീടുകളിലേക്ക് നിങ്ങൾ പോയിട്ട് അവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതം നടക്കും. പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. നിങ്ങൾ വീട്ടിൻ്റെ അകത്തിരുന്ന ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. ഈ സ്കൂളിന്റെ വരാന്ത പോലും കാണാത്ത ശിഷ്യന്മാരെ കൊണ്ടാണ് യേശു എന്ത് ചെയ്യിച്ച് അത്ഭുതങ്ങൾ ചെയ്യിപ്പിച്ചത്. ഹല്ലേലൂയ. നിങ്ങൾ ഏത് വീട്ടിൽ പോകണം, എന്നെ കൂടെ വിളിച്ചാൽ ഞാൻ നിങ്ങളുടെ ഒപ്പം വരാൻ റെഡിയാണ്. ഹല്ലേലൂയ. നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഹല്ലേലൂയ. എവിടെ പോണെങ്കിലും, ഏത് പാതിരാത്രിക്കാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ്. പറ, നിങ്ങളെയാണ്.
ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പ്രാർത്ഥന മീറ്റിംഗിൽ ഇപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അറിയാന്നുള്ളവരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചാലേ എന്ത് ചെയ്യുള്ളൂ? മനസ്സിലാക്കും. എല്ലാവരും പ്രാർത്ഥിക്കും. ഞാനിനി ഇവിടെ ഒരു സൈഡിൽ നിന്ന് ആണെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അവസരം തരാം. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ചർച്ചിലാണ് എല്ലാ ആഴ്ചയും അച്ഛൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെ അങ്ങനെയില്ല. നിങ്ങളെ തന്നെ എല്ലാ കാര്യവും നമ്മൾ ഇഷ്ടവൈകലിന് അടുത്ത അധ്യക്ഷനായിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മൾ പണ്ട് മുതലേ ഉള്ള ആദ്യത്തെ ആളാണ് നമ്മുടെ. ആദ്യത്തെ കാരണവരാണ് ഇഷ്ടവൈകൽ. ഹല്ലേലൂയ. അപ്പൊ അങ്ങൾ ചില സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. വിൽസൺ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നത് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും പല സ്ഥലം, നമ്മുടെ സെലീനന്റെ ഇടയ്ക്ക് വീട്ടിൽ പോയി അവിടെ ദൈവം അത്ഭുതം ചെയ്തു. ഇതേപോലെ ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഓരോ വീട്ടിൽ പോയി പ്രാർത്ഥന. നമ്മുടെ ലോറൻസ് മിനിസ്റ്റർ ചില വീട്ടിൽ പോകുന്നുണ്ട്, അവരൊക്കെ ദൈവത്തെ അത്ഭുതം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അതേപോലെ ഞാൻ പറയാം, നിങ്ങൾ എല്ലാ വീടുകളിലും പോയി എന്ത് ചെയ്യണം? ദൈവത്തെ കൊടുക്കണം. നിങ്ങൾ ആരാണെന്ന് തെളിയിക്കണം. നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. പറ, തെളിയിക്കണം. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. വെറുതെ ഇരുന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. പറയാം, സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഫിലിപ്പിയർക്ക് 2 പറഞ്ഞു, ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കും. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ വേഷത്തിൽ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തീർന്നു. വേഷത്തിലാണ് അവൻ മനുഷ്യനായി തീർന്നത്. ഹല്ലേലൂയ. ഒറിജിനൽ ആരാണ്? ദൈവമാണ്. പക്ഷെ വേഷത്തിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? അവൻ മനുഷ്യനായി തീർന്നു. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പുറത്തെ വീടുകളിൽ പോണം. അപ്പുറത്തെ വീടുകളിൽ പോകണം. അവരെന്ത് പറയുന്നുള്ളത് നിങ്ങൾക്ക് വിഷയമാക്കല്ലേ. ഹല്ലേലൂയ. അവര് എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ഒരു വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെ കൈക്കൊണ്ടാൽ നിങ്ങളെ വലിയ സമാധാനം എന്ത് ചെയ്യും? ആ വീട്ടിന്റെ അത് വരും. ഹല്ലേലൂയ. നിങ്ങളെ കൈക്കൊണ്ടാൽ വീടിന്റെ അത് എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും. നിങ്ങളൊക്കെ കൈക്കൊണ്ടില്ലെങ്കിലോ ആ വീട്ടിൽ സമാധാനം ഇറങ്ങി നിങ്ങളുടെ കൂടെ തിരിച്ചു വരും. ഹല്ലേലൂയ. ഇത് പകൽക്കല ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ കൊച്ചുമക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും ദൈവ കൃപ തന്നിട്ടുണ്ട്. നിങ്ങൾ മിണ്ടാതിരുന്ന ഒന്നും നടക്കത്തില്ല. ഇനി നമ്മൾ പ്രസംഗിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വരെ യേശുവിന്റെ ശുശ്രൂഷയായിരുന്നു നടന്നത്. ഹല്ലേലൂയ. യേശു വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് പ്രയോജനം. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. അവൻ വന്ന് നിങ്ങളെ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായത്തെ കുറിച്ചും ബോധം വരുത്തി തരും. ഹല്ലേലൂയ. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിൽ വലുത് നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. യേശു പറയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലുത് പറയും. ഞാൻ ചെയ്തതിലും വലുത് നിങ്ങൾ ചെയ്യും. ഞാൻ ചെയ്തതിലും വലുത് നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഈ നാളുകളിൽ നിങ്ങൾ വർഷങ്ങളായി ചർച്ചയിൽ പോകുന്നവരാണ്. നിങ്ങൾ കൈവച്ചപ്പോൾ ഒരു രോഗി സൗഖ്യമായോ? തന്നമണിയല്ലേ? അൽവൻസമ്മ ഹല്ലേലൂയ. ആരും സൗഖ്യമായോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കല ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിൽ ശക്തി, ഈ കയ്യിൽ അധികാരമുണ്ട്. ഈ കയ്യിൽ അധികാരമുണ്ട്. ഞാൻ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാവും. ഞാൻ കൈവച്ചാൽ ഭൂതങ്ങൾ പുറത്താകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ നമ്മൾ കൂടി വരുന്ന കൂട്ടായ്മയുടെ പ്രത്യേകത, ഇവിടെ ബ്രദർ എല്ലാം ചെയ്യുന്നതെന്നല്ല, നിങ്ങളുടെ അത്ഭുതങ്ങൾ നടക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ കടഭാരങ്ങളെല്ലാം മാറി നിങ്ങൾ അങ്ങോട്ട് വായ്പ കൊടുക്കുന്നവരാക്കി ദൈവം മാറ്റും. അടുത്ത് ഞാൻ പറയുന്ന പോയിന്റ്, നിങ്ങൾ മറ്റുള്ളവരെ സൗഖ്യമാക്കുന്നവരെ മാറുകയാണ്. ഹല്ലേലൂയ. എനിക്ക് കാണണം, നിങ്ങളുടെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കുന്നതിന് കാണണം, നിങ്ങളുടെ കയ്യാൽ അടയാളങ്ങൾ നടക്കുന്നതിന് കാണണം. ഞാൻ പറയാം, നിങ്ങളുടെ കൈ ഇവിടുത്തെ കൊച്ചുമക്കൾ വരെ വരെ എന്ത് ചെയ്യണം? അത്ഭുതങ്ങൾ ചെയ്യുന്നവരെ ദൈവം മാറ്റും. ഹല്ലേലൂയ. ഞാൻ പറയും, ഈ മക്കളിലൂടെ വൻകാര്യങ്ങൾ ചെയ്യും, നിങ്ങളുടെ ദൈവം വൻകാര്യങ്ങൾ ചെയ്യും. ഇന്ന് പകൽക്ക് ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ കൊച്ചു മക്കളെ ദൈവം ഉപയോഗിച്ച് തുടങ്ങിയാൽ ഇവർ മദ്യപാനത്തിന്, മയക്കുമരുന്ന്, കഞ്ചാവിന് അടിമയിൽ തീരത്തില്ല. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കൊച്ചുമക്കളെല്ലാവരും കുറവരെ കാണാനില്ല. കൊച്ചുമക്കൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചാലും കൊണ്ടുവരണം പറയുന്നൊരു കാരണം ഒന്നേ ഉള്ളൂ. അവരിവിടെ ബഹളം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ചലിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തി എവിടെ മേൽ ചലിക്കും. ഹല്ലേലൂയ. അവരുടെ ഓടി നടന്നാലും കളിച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിക്കകത്ത് അവർ നിറയപ്പെടും. ഹല്ലേലൂയ. ആ ദൈവശക്തിക്ക് നിറയപ്പെടുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഒരു പിശാച് തൊടത്തില്ല, ഒരു രോഗം തൊടത്തില്ല, അവർ വഴിതെറ്റി പോകത്തില്ല. ഹല്ലേലൂയ. ഈ അഭിഷേകം അവിടെ വീണ് വീണ് അവർ ലോകം അറിയപ്പെടുന്ന അഭിഷിക്തരാക്കി ദൈവം മാറ്റും. ഇപ്പോ തന്നെ മൂന്ന് കൊച്ചുമക്കള് ഒരു വയസ്സ് പ്രായം പോലും ആയിട്ടില്ല. അവർ ഇപ്പോ തന്നെ അപ്പന്റെ അമ്മയുടെ തലയിൽ കഴിച്ച് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് കാരണം എന്താണ്? അവിടെ മേൽ പകരപ്പെടുന്ന ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളുടെ തലമുറ ഈ ദേശത്ത് മദ്യപാനത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയിൽ കിടക്കുമ്പോൾ അടുത്ത തലമുറയെ കുറിച്ച് ദൈവത്തിന്റെ പ്രവചനം എന്ന് പറയുന്നത്, അവർ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങൾ യവനക്കാർ ദർശനങ്ങൾ കാണാം. നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഹല്ലേലൂയ. നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ആ ഒരു തലം വെളിപ്പെടണം. പറ, ആ ഒരു തലം വെളിപ്പെടണം. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ ഒരുപക്ഷെ ഭർത്താവ് കള്ളുകുടിയനായിരിക്കും. ഹല്ലേലൂയ. പറ, ഭർത്താവ് കള്ളുകുടിയൻ, മക്കൾ കള്ളുകുടിക്കാൻ പാടില്ല. ആ തലം മാറും. പറ, തലം മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ സഹോദരൻ ഒരുപക്ഷെ കള്ളുകുടിയനായിരിക്കാം, പക്ഷെ നിങ്ങളുടെ മക്കൾ കള്ളുകുടിയന്മാരായി മാറത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ പെൺമക്കൾ വഴിതെറ്റി പോകത്തില്ല. ഈ നാളുകളിൽ ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായ, അടുത്ത് വരുന്ന തലമുറയെ ദൈവം തിരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ നാട്ടിൽ കള്ളുകുടി ഇല്ലാത്ത ഒരു നാടാക്കി ദൈവം മാറ്റും. നാടൊക്കെ പണ്ട് വാറ്റക്കേട് നടന്ന സ്ഥലങ്ങള് ഇന്ന് കള്ളുകുടിക്കാരെ കാണാനില്ല. കള്ളുകുടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയിമാണ്. ഹല്ലേലൂയ. 100 പേരെ എടുത്ത 2-3 പേരെ കാണത്തുള്ളൂ. ഹല്ലേലൂയ. കള്ളുകുടിയന്മാർ, ബാക്കി ആരും കള്ളുകുടിയെല്ലാം നിർത്തിയവര്. ഹല്ലേലൂയ. ഞാൻ പറയും, പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവിടെ പോലീസുകാർക്ക് ഒരു പണിയില്ല, വെറുതെ ഇരിക്കും, കേസുകളില്ല. ഹല്ലേലൂയ. അവിടെ ബിവറേജ് ഉണ്ട്, അവര് ഈച്ചടിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ പോലെ തള്ളുന്നതൊന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ ഇവിടെയൊക്കെ കാണുന്നത് ബിവറേജിന്റെ ഫ്രണ്ടിൽ വരുമ്പോ ഭയങ്കര തള്ളല്. ഹല്ലേലൂയ. പഴയ ഉച്ചക്കട ഉണ്ടല്ലേ, ഒരെണ്ണം പഴയ ഉച്ചക്കട ഉണ്ട് ഇവിടെ തമിഴ്നാട് ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഞാൻ പോകുമ്പോ ഇവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഭയങ്കര തള്ളലായിരിക്കും. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. ആരോഗ്യം നല്ലപോലെ വാങ്ങിച്ചിട്ട് അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായ നമ്മുടെ ദേശം വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായ നമ്മുടെ നാട് വിടുവിക്കപ്പെടും. ഞാൻ പറയാം, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ദേശത്തുണ്ടായിരുന്ന സകല ക്ഷേത്രങ്ങൾ ഇടിഞ്ഞു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളുടെ ദേശത്തിന് പ്രാർത്ഥിക്കാൻ തയ്യാറായ നിങ്ങളുടെ ദേശം വിടുവിക്കപ്പെടും. നിങ്ങളുടെ ദേശത്തിന് മദ്യപാനം മാറിപ്പോകും. നിങ്ങളുടെ ദേശത്തിന് കഞ്ചാവ് മാറിപ്പോകും. നിങ്ങളുടെ ദേശത്തിന് മയക്കുമരുന്ന് മാറിപ്പോകും. നിങ്ങളുടെ ഈ മക്കൾ ദൈവത്തെ പ്രസവിക്കുന്നവരായി മാറും. ഹല്ലേലൂയ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ മീറ്റിംഗിൽ വരുന്നത് കൊണ്ട് നിങ്ങൾ ആരും അത് ചോദിച്ചാലും ഒരു 5 വചനങ്ങൾ കാണാൻ പറയാമോ? ഹല്ലേലൂയ. നിങ്ങൾ ആര് ചോദിച്ചാലും 5 വചനമെങ്കിലും കാണാതെ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ തന്നെ പറയണം, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയതുകൊണ്ട് ഞാൻ മാറി. മറ്റുള്ളവർ നിങ്ങളൊക്കെ പറയും, നിങ്ങൾ മാറി. ഹല്ലേലൂയ. നിങ്ങളിലൂടെ ഒരു അപ്പോസ്തല പ്രവൃത്തിയുണ്ട്. പറ, എന്നിലൂടെ ഒരു അപ്പോസ്തല പ്രവൃത്തി ഉണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഉയർത്തെഴുന്നേറ്റ് അതേപടി സ്വർഗത്തിൽ പോയില്ല. വീണ്ടും 40 ദിവസം ശിഷ്യന്മാരോടൊപ്പം നടന്ന് യേശു വീണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് താൻ ജീവിച്ചിരിക്കുന്നെന്ന് കാണിച്ചു കൊടുത്തു. കാണിച്ച് കൊടുത്തു. അവിടെ എല്ലാം യേശു തെളിയിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതേപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരെന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ തെളിയിക്കണം, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വ്യക്തിയാണ്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം. എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഒന്നാമത് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ബൈബിളിലെ വചനങ്ങൾ പറഞ്ഞ് തെളിയിക്കണം. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റിട്ട് യേശു ആദ്യം ചെയ്ത പരിപാടി, ശിഷ്യന്മാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഈ വചനത്തിന്റെ വെളിപ്പാടുകളെ അറിയാൻ വേണ്ടി അവിടെ ബുദ്ധിയെ ദൈവം തുറന്നു.
ഹല്ലേലൂയ. ഈ വചനത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ വേണ്ടി എന്ത് ചെയ്തു? അവിടെ ബുദ്ധിയെ ദൈവം തുറന്നു. എന്തിനുവേണ്ടി? ഈ വചനങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ, വചനങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി ദൈവം ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു. പറ, ബുദ്ധിയെ തുറന്നു. അവർ എഴുത്തും വായന അറിഞ്ഞിടാത്തവർ, സ്കൂളിൽ വരാൻ പോവാത്തവർ, പക്ഷേ അവർ വചനം പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രസംഗിക്കാൻ തയ്യാറുണ്ടോ? പ്രസംഗിക്കാൻ മനസ്സുണ്ടോ? ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ബുദ്ധികളെ തുറക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധിയെ കെട്ടിവെച്ച സകല കെട്ടുകളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചു മാറ്റുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളെ പലരും പറ്റിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ബൈബിൾ അറിയത്തില്ല. വായിക്കാൻ അറിയാവുന്നവർ പോലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ അറിയത്തില്ല. നിങ്ങള് ഒരു ടൈം പാസ് പോലെ വായിക്കുന്നു, അടച്ചു വയ്ക്കുന്നു, എന്ത് ചെയ്യുന്നു? വീണ്ടും പ്രാർത്ഥിച്ചു പോകുന്നു. പക്ഷെ ഈ ബൈബിൾ പഠിക്കാൻ എത്ര പേർ ശ്രമിക്കാറുണ്ട്? ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പറഞ്ഞിരുന്നു, ഈ വചനം വായിക്കുമ്പോൾ ഈ വചനത്തിനോടൊപ്പം ഒരു ദൈവശക്തി ചലിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവശക്തി ചലിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ അത് വിടുതൽ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞാണ്. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ ഈ വചനത്തിനോടൊപ്പം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ശക്തി ചലിക്കണം. ഈ വചനത്തിനോടൊപ്പം ദൈവത്തിന്റെ ശക്തി ചലിച്ചാലേ ഈ വചനം നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നു. ഹല്ലേലൂയ. അല്ലാതെ എത്ര തന്നെ ബൈബിൾ വായിച്ചാലും ഒരു മാസിക വായിക്കുന്ന പോലെയുള്ളൂ. ദൈവശക്തി ചലിക്കത്തില്ല. ദൈവത്തിന് ചലിക്കത്തില്ല. അപ്പൊ ദൈവത്തിന് ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ യേശു കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. എന്നിട്ട് നമ്മൾ അത് വായിച്ചിട്ട് പറയണം, കർത്താവ് ഈ കുഷ്ഠരോഗിയെ നീ സൗഖ്യമാക്കിയെങ്കിൽ എന്റെ രോഗത്തെ നീ സൗഖ്യമാക്കണം. ഹല്ലേലൂയ. നീ എന്നെ സൗഖ്യമാക്കണം, നീ എന്നെ സൗഖ്യമാക്കണം. അവരുടെ ഭൂതത്തെ യേശു പുറത്താക്കി. അപ്പൊ നിങ്ങൾ തലയേക്ക് പറഞ്ഞു, കർത്താവ് എനിക്ക് പൈശാചിക ബന്ധനമുണ്ട്, അതിൽ എന്നെ നീ വിടുവിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണ് വചനം ചലിക്കുന്നത്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 5000 പുരുഷന്മാർ, സ്ത്രീകളും കുട്ടികളും വേറെ. അപ്പൊ കുറഞ്ഞൊരു 25,000 പേരെങ്കിലും ദൈവം എന്ത് ചെയ്തു? 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ചു. നിങ്ങളിപ്പോ കഷ്ടപ്പെട്ട് കണ്ണുനീരിന്റെ അവസ്ഥയിൽ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വേദഭാഗം വായിച്ചിട്ട് അതിന് കൈവച്ച് പറയണം, കർത്താവേ നീ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുപോലെ നീ എന്നെ പോഷിപ്പിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ നീ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ നീ പോഷിപ്പിച്ചു, അതേപോലെ എന്നെ പോഷിപ്പിക്കണം. എന്റെ പ്രശ്നത്തിന് പരിഹാരം തരണം, എന്റെ വീടിന്റെ സമൃദ്ധി വെളിപ്പെടണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതൊക്കെ നിങ്ങളുടെ വീടിന്റെ സമൃദ്ധി വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെയാണ് വചനം എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? ചലിക്കാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. മിണ്ടാതെ വായിച്ചു പോയാൽ വചനം ചലിക്കത്തില്ല. നിങ്ങൾ വായിച്ചു വിട്ടു കഴിഞ്ഞാൽ വചനം ചലിക്കത്തില്ല. വചനം വായിക്കുക, അതിന്റെ പുറത്ത് കൈവയ്ക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഇത് എന്റെ വീട്ടിനകത്ത് വെളിപ്പെടണം, ഇത് എന്റെ വീട്ടിനകത്ത് വെളിപ്പെടണം എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളെ വീട്ടിന്റെ അകത്ത് വെളിപ്പെട്ടിരിക്കുക. ഈ വചനം നിങ്ങൾക്ക് ചലിക്കാൻ തുടങ്ങുക. ഈ വചനത്തിന് ജീവനുണ്ട്. ഈ വചനം എന്ന് പറയുന്നത് തീയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ഈ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഹല്ലേലൂയ. ആദിയിൽ ഒന്നുണ്ടായിരുന്നു, വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഇന്ന് പകൽക്കാലം ഈ വചനം നീ പറയാൻ പറഞ്ഞ, നീ പറഞ്ഞു തുടങ്ങിയാൽ നിനക്ക് വേണ്ടി ചില സൃഷ്ടിപ്പുകൾ ഈ വചനത്തിന്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെയാണ് സകലവും എന്തായി വന്നത്? ഉളവായി വന്നത്. ഉളവായി വന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വചനം പറയാൻ തുടങ്ങ്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് സൃഷ്ടിപ്പുകൾ ദൈവം നിങ്ങളെ വീട്ടിന്റെ അകത്ത് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ വചനം വായിക്കാൻ തുടങ്ങിയാൽ മതി, വചനം ധ്യാനിക്കാൻ തുടങ്ങിയാൽ മതി, വചനത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറായാൽ മതി. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ വചനം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്നതാണ് വചനം. ഹല്ലേലൂയ. അങ്ങനെ യേശു കർത്താവ് ഇതാ തന്റെ ശിഷ്യന്മാരുടെ കണ്ണിനെ തുറന്നു. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വചനം സംസാരിക്കാൻ തുടങ്ങി. വചനം സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നമുക്ക് ഒരു വചനം കൂടി വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വചനം വായിക്കും. ഹല്ലേലൂയ. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന്
സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, അവിടെ പത്രോസും ശിഷ്യന്മാരും മറ്റുള്ള ശിഷ്യന്മാർ എന്ത് ചെയ്യാണ്? ദിനം പ്രതി അവർ യേശുവിനെ പ്രസംഗിച്ച് എല്ലാ ദിവസവും യേശുവിനെ പ്രസംഗിച്ചു. ദൈവാലയത്തിലും വീട് തോറും കയറി ഇറങ്ങി അവർ ദൈവത്തെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. എങ്ങനെ പ്രസംഗിച്ച്? യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ യഥാർത്ഥ ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ വിളിച്ചു പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരെ കയ്യാൽ ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദിനം പ്രതി, ശിഷ്യന്മാർ കണ്ടോ, ദിനം പ്രതി എല്ലാ ദിവസവും വീട് തോറും ആലയങ്ങൾ തോറും കയറി ഇറങ്ങി ദൈവത്തെ പ്രസംഗിച്ചു. ചില ഡൗട്ട് വന്നു, അയ്യോ പള്ളിയിൽ പോയി യേശുവിനെ പ്രസംഗിക്കണം. ഹല്ലേലൂയ. പള്ളിയിൽ അച്ഛൻ ഒരു തെറ്റ് പഠിപ്പിക്കുമ്പോൾ നമ്മള് ശരി പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. ഇതാ ശിഷ്യന്മാർ വീട് തോറും എന്ത് ചെയ്യാണ്? വീട് തോറും കയറി ഇറങ്ങി ദിനം തോറും. ഒന്നുകൂടെ വായിക്കാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഹല്ലേലൂയ. പിന്നെ അവർ ദിനം പ്രതി ദൈവാലയത്തിലും വീട് തോറും എല്ലാവരും ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നിങ്ങളെ ഇതേപോലെ എല്ലാ ദിവസവും ഇറങ്ങാൻ തയ്യാറുണ്ടോ? യേശുവിനെ പ്രസംഗിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. നിങ്ങളിപ്പോ പൈസക്ക് വേണ്ടി അയ്യോ രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ എന്ത് ചെയ്യും? ഓടും. ഹല്ലേലൂയ. അല്ലേ? അയ്യോ എനിക്ക് തരുമോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നിങ്ങളിപ്പോ നടക്കുന്നുണ്ട് അല്ലേ? ധാരാളം നടക്കും, എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ അടുത്ത ലെവൽ എന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി പോകുന്ന ഓട്ടം നിർത്തിയിട്ട് യേശുവിനെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ കയറി ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് ആത്മാവിൽ കാണുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടി അയ്യോ എന്നെ സഹായിക്കുമെന്ന് ചോദിച്ച് ഓരോ വീട്ടിൽ കയറി ഇറങ്ങുന്നു. അത് പിശാച് കെട്ടിയ കെട്ടാണ്. അതിനെ പൊട്ടിച്ചിട്ട് നിങ്ങൾ യേശുവിന്റെ വചനവുമായി യേശുവായിട്ട് ഓരോ വീട്ടിലോട്ട് കയറി പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങളുടെ ലെവല് മാറാൻ പോവുകയാണ്. എന്ന് നമുക്ക് അംഗൻവാടി പോയാൽ മതിയോ? അടുത്ത് എന്ത് ചെയ്യണം? LKG പോണം, UKG പോണം, 1ാം ക്ലാസ്സിൽ പോണം, അല്ലേ മോളെ? എന്ന് LKG ഇരുന്നാൻ പറ്റുമോ? ഹല്ലേലൂയ. സ്റ്റെപ്പായിട്ട് കയറി വലുതാവണ്ടേ? ഹല്ലേലൂയ. അതേപോലെ നമ്മുടെ ലെവലുകൾ എന്ത് ചെയ്യണം? മാറണം. ഹല്ലേലൂയ. ഇത് നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഒരേ പ്രാർത്ഥന എന്തെങ്കിലും മാറ്റമുണ്ടോ? നമ്മൾ മിസ്റ്റർ ബേബിൾ എത്ര വയസ്സായി? വയസ്സ് പറയില്ല, 60 വയസ്സാണ്. ഹല്ലേലൂയ. ജനിച്ച അന്ന് വരെ ഇന്ന് വരെ ഒരേ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ മക്കള് എന്ത് ചെയ്യുന്നു? അവര് മാറ്റം വന്നു അല്ലെ? കൊച്ചായിരുന്നു, വളർന്ന് അടുത്ത് കെട്ടിച്ചിടാണ്ട് വരുവായി അല്ലേ? ഹല്ലേലൂയ. നമ്മളെ പണ്ട് കഴിച്ച ആഹാരമാണ് ഇന്നും കഴിക്കുന്നത്. പണ്ടിന്റെ ഡ്രസ്സാണ് ഇന്ന് ഇടുന്നത്. പണ്ട് കിടന്ന വീട്ടിലാണ് ഇന്നും കിടക്കുന്നത്. എല്ലാം മാറി. നമ്മുടെ പ്രാർത്ഥന മാത്രം, നമ്മുടെ കയ്യടി മാത്രം, ആരാധന മാത്രം, അത് അന്ന് പറയുന്നതിന്. ഹല്ലേലൂയ. ഇത് മാറിയാലേ നമ്മൾ അനുഗ്രഹിക്കപ്പെടുള്ളൂ. ഹല്ലേലൂയ. ശിഷ്യന്മാര് പണ്ട് മീൻ പിടിച്ച് നടന്നു. ഹല്ലേലൂയ. അവർക്ക് മീൻ പിടിക്കാനാണ് പോകുന്നത്. അവരിന്ന് എന്തിനെ പിടിക്കാതെ പോകുന്നത്? മനുഷ്യരെ പിടിക്കുക. യേശു ലെവല് മാറ്റി. ഹല്ലേലൂയ. അതേപോലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ലെവലുകൾ മാറുക. ഞാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഓരോ ദിവസം വീടുകൾ കയറി ഇറങ്ങി യേശുവിനെ പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഇതിനകത്ത് ഞാനത് ആഗ്രഹിക്കുന്ന ടീമായിട്ട് ഇറങ്ങണം. ഹല്ലേലൂയ. ഓരോ ടീമായിട്ട് 2 പേരോ 3 പേരോ നിങ്ങൾ തന്നെ ഒരു ടീമായിട്ട് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത് നിങ്ങൾ തന്നെ ഓരോ വീട് തോറും കയറി ഇറങ്ങണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? യേശുവിനെ പ്രസംഗിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഓരോ വീട് തോറും കയറി ഇറങ്ങിയത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വീടുകൾ തോറും കയറി ഇറങ്ങി ഈ യേശുവിനെ പ്രസംഗിക്കണം. ഹല്ലേലൂയ.
നമ്മൾ പോകുന്ന ആരെ പ്രസംഗിക്കാൻ വേണ്ടിയാണ്? യേശുവിനെ പ്രസംഗിക്കാൻ, അല്ല വേറെ വീട്ടിൽ പോയി അടിച്ചു മാറ്റാൻ വേണ്ടിയല്ല പോകുന്നത്. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. യേശുവിനെ പ്രസംഗിക്കാൻ പോകുന്നതുകൊണ്ട് ധൈര്യമായിട്ട് പോകാം. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കടന്നു വരും, ബുദ്ധിമുട്ട് കടന്നു വരും. പക്ഷെ ഞാൻ പറയാം, അതിന്റെ നടുവിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ ഈ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ഇതാ പത്രോസ് യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. യേശുവിനെ പ്രസംഗിച്ചപ്പോൾ ഒരു മുടന്തൻ എഴുന്നേറ്റ് നടന്നു. ആര് നടന്നു? മുടന്തൻ. ഹല്ലേലൂയ. ഇവൻ സുന്ദരമെന്ന ദേവാലയത്തിലൂടെ പോകുകയാണ്. പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ 40 വയസ്സുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. അവൻ എല്ലാ ആഴ്ചയും ഭിക്ഷ കൊടുക്കും. ഈ ആഴ്ച അവൻ പത്രോസ് പള്ളിയിൽ പോകുന്നത് സാധാരണ വ്യക്തിയായിട്ടല്ല, പെന്തക്കോസ്ത് നാളിൽ പ്രാപിച്ച അഭിഷേകവുമായിട്ടാണ് ഈ ആഴ്ച അവൻ പള്ളിയിലോട്ട് പോകുന്നത്. ഹല്ലേലൂയ. പള്ളിയിലോട്ട് പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ 40 വയസ്സുള്ള മനുഷ്യൻ അവിടെ ഭിക്ഷ യാചിക്കുകയാണ്. കാരണം കഴിഞ്ഞ ആഴ്ച വരെ അവൻ ഭിക്ഷ കൊടുത്തു. ഈ ആഴ്ചയിൽ കൈനീട്ടിയപ്പോൾ പത്രോസ് യോഹന്നാൻ പറയുകയാണ്, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാതെ പറഞ്ഞപ്പോൾ തന്നെ ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു. 40 വർഷമായി നടക്കാത്ത മനുഷ്യൻ, അതുപോലെ എഴുന്നേറ്റ് നിൽക്കാത്ത മനുഷ്യൻ, അമ്മയുടെ ഗർഭം മുടന്തനായ മനുഷ്യൻ, പത്രോസിന്റെ ഒറ്റ വാക്കിൽ ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സകല കണക്കൂട്ടുകളും തെറ്റിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം ഇവിടെ പിന്നാലെ ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. ജനങ്ങളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? പത്രോസിന്റെ പിന്നാലെ ഓടിക്കൂടി. അവർ ശലോമോന്റെ മണ്ഡപത്തിൽ കയറി നിന്നു. ജനങ്ങളെല്ലാം ഇവിടെ പിന്നാലെ ഓടി. ഹല്ലേലൂയ. എന്തുകൊണ്ട്? ഒരു 40 വയസ്സുള്ള ഒരു മനുഷ്യനെ അവനെ എഴുന്നേൽപ്പിച്ച് നടത്തി. ഹല്ലേലൂയ. അതുവരെ ആ മനുഷ്യൻ നടന്നില്ല. ഇവരുടെ കയ്യിൽ അത്ഭുതം നടക്കാൻ തുടങ്ങി, ഇവരുടെ കയ്യിൽ അടയാളം നടക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, അത്ഭുതം നടന്നപ്പോൾ ജനങ്ങളെല്ലാം ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുവരെ കെട്ടിപ്പൂട്ടി വച്ചിരുന്ന എല്ലാ ബന്ധനങ്ങളും പൊട്ടിയിട്ട് ജനങ്ങൾ പുറത്തേക്ക് ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മേൽ വെളിപ്പെടും. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ഇറങ്ങാൻ റെഡിയാണോ? ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളൊരു വീട്ടിൽ കയറി കാല് ചവിട്ടി അവർക്ക് കയറുമ്പോൾ ഭൂത ഇളകിയാൽ മതി, നിങ്ങളുടെ നിലവാരം മാറും. ഹല്ലേലൂയ. ഒരു രോഗിയെ എണീറ്റാൽ മതി, നിങ്ങളുടെ നിലവാരം മാറും. അതുവരെ നിങ്ങളെ പരിഹസിച്ചവര്, നിന്ദിച്ചവര്, നിങ്ങൾക്കെതിരെ കുറ്റം പറഞ്ഞവര് പിന്നെ നിങ്ങളെ വേക്കിന് വരാൻ തുടങ്ങും. നിങ്ങളെ വേക്കിന് വരാൻ തുടങ്ങും. നിങ്ങളെ വേക്കിന് വരാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ വീട്ടിൽ കടലിൽ കൊടുത്ത് ചിന്ത വിട്ടിട്ട് യേശുവിന് വേണ്ടി നിൽക്കാവുന്ന ചിന്തയിലോട്ട് വന്നു കഴിഞ്ഞാൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം പ്രത്യേകം പറയാൻ പറയുന്നു, ഇനി കടലിൽ പോകുന്ന ചിന്ത വിട്ട് യേശുവിന് നിങ്ങൾ ഇറങ്ങാൻ തയ്യാറായ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ കയ്യാൽ ഭയങ്കര അത്ഭുതങ്ങൾ എന്റെ യേശു ചെയ്യാൻ പോകുകയാണ്. ഇന്ന് മക്കളെ ഞാൻ പറയാം, ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവ ശക്തിയോട് ഉപയോഗിക്കാൻ പോകുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളെ കണ്ട് കരഞ്ഞു കരഞ്ഞ് നടക്കാതെ, നിങ്ങളുടെ വിഷയങ്ങളെ ഓർമ്മിച്ച് കരഞ്ഞു കരഞ്ഞ് നടക്കാതെ, നിങ്ങൾ യേശുവിന് സ്റ്റെപ്പ് വയ്ക്കാതെ തയ്യാറായ യേശു നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? നമ്മൾ ഈ അപ്പോസ്തലരുടെ 5-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ മുടന്തനെ എഴുന്നേൽപ്പിച്ച് നടത്തിയതാണ് കുഴപ്പം. ഹല്ലേലൂയ. മുടന്തൻ അതുവരെ അവിടെ ഭിക്ഷയയച്ച് മുടന്തനായി ഇരുന്നപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ എപ്പോ ഈ മുടന്തൻ എഴുന്നേറ്റ് നടന്നോ അപ്പോ എന്ത് ചെയ്തു? പ്രശ്നം ആരംഭിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ മുതൽ എന്ത് ചെയ്തു? ഇവർക്കെതിരെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഇവരെല്ലാരെയും പിടിച്ച് എന്ത് ചെയ്തു? അവരെല്ലാം ജയിലിൽ കൊണ്ടിട്ട്, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ. അതിന്റെ 17-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ കാണാം 5:17. പിന്നെ മഹാപുരോഹിതനും സദൂക്യരും അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവനുള്ള വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി.
അത്ഭുതങ്ങൾ വീര്യപ്രവൃത്തി നടക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ജനങ്ങളെല്ലാം ഓടിക്കൂടാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഇവരെ പിടിച്ച് എന്ത് ചെയ്തു? ജയിലിൽ കൊണ്ടടച്ചു. പറ, ജയിലിൽ കൊണ്ടടച്ചു, ജയിലിൽ കൊണ്ടടച്ചു. ഹല്ലേലൂയ. ഇവരെ പിടിച്ച് എവിടെ കൊണ്ടടച്ചു? ജയിലിൽ കൊണ്ടടച്ചു. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി എന്ത് ചെയ്തു? ഇവരെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അടുത്ത് വീണ്ടും അവർ പറയുകയാണ്, അവിടുത്തെ മഹാപുരോഹിതന്മാർ, ബിഷപ്പുമാരും കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് പറയുകയാണ്, നിങ്ങൾ അശേഷം യേശുവിനെ പ്രസംഗിക്കരുത്. ഹല്ലേലൂയ. ഇവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ കണ്ട് കേട്ട് വിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ അതിന്റെ 28-ാമത്തെ വചനം. ഹല്ലേലൂയ. അവർ അവരോട് ഈ നാമത്തിൽ, മഹാപുരോഹിതൻ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസ് ശേഷം അപ്പോസ്തലന്മാർ, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊണ്ട യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേൽ മാനസാന്തരവും പാപമോചനം നൽകുവാൻ ദൈവം അവരെ പ്രഭുവായും രക്ഷിതാവായി തന്റെ വലം കൈ കൊണ്ട് ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വസ്തുതയ്ക്ക് ഞങ്ങളുടെ ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാക്കുന്നെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്നവനായ യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങളും പരിശുദ്ധാത്മാവ് സാക്ഷിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരെ തൂക്കിക്കൊന്നു? ആ യേശുവിനെ പിതാവായ ദൈവം എന്ത് ചെയ്തു? മരിച്ചെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ആ യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? പറയുന്നത്, നിങ്ങൾ അശേഷം ഈ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രസംഗിക്കരുത്. പത്രോസ് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ചിരിക്കും. ഹല്ലേലൂയ. മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ഹല്ലേലൂയ. മനുഷ്യരെ അല്ല അനുസരിക്കേണ്ടത്, ഞങ്ങൾ ദൈവത്തെ മാത്രമേ അനുസരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ശക്തിയോടെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടി നടന്ന് യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ 38-ാമത്തെ വചനം നമുക്ക് കാണാൻ കഴിയും. ആകയാൽ 5:38, ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മനുഷ്യന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികെങ്കിലോ നിങ്ങൾക്ക് അതിനെ നശിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നെന്ന് വരുന്നല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ച് ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കണമെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യമായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഹല്ലേലൂയ. യേശുവിനെ പ്രസംഗിച്ചത് കൊണ്ട് അവരെ വരുത്തി പുരോഹിതന്മാർ എന്ത് ചെയ്തു? അടുപ്പിച്ചു. ഹല്ലേലൂയ. അവർ അടി വാങ്ങിയിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. എന്തുകൊണ്ട്? ഈ ദൈവത്തിന് വേണ്ടി നമുക്ക് അടി കൊള്ളാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് പത്രോസും മറ്റുള്ള ശിഷ്യന്മാരും തിരിച്ച് വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. അടുത്ത് പറയാണ്, പിന്നെ അവർ ദിനംപ്രതി ദൈവാലയത്തിൽ വീണ്ടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം കടന്നു വരും. പക്ഷെ നിങ്ങൾ ആരും പുറകിലോട്ട് പോകരുത്. നിങ്ങൾ ഉറച്ചു നിന്ന് ദൈവത്തിന് നിൽക്കാൻ നിങ്ങൾ തയ്യാറായ, ഞാൻ പറയാം, ഈ ദൈവം നിങ്ങളെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവനാക്കി മാറ്റി. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് അത്ഭുതമാക്കി മാറ്റി. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിനെ പ്രസംഗിക്കാൻ നിങ്ങൾ തയ്യാറാണോ? യേശുവിനെ നിങ്ങൾ നിൽക്കാൻ തയ്യാറാണോ? എങ്കിൽ നിങ്ങളുടെ തലമുറകളെ യേശു അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വന്നു. പക്ഷേ ഇവരാരും തന്നെ പുറകിലോട്ട് പോയില്ല. ഹല്ലേലൂയ. അവർ ഉറച്ചു നിന്നപ്പോൾ ദൈവം അവരെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി മാറ്റി. ഹല്ലേലൂയ. എങ്ങനെയുള്ളവരാക്കി മാറ്റി? ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന, പറയാം, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി ദൈവം മാറ്റി. അങ്ങനെ ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം നിങ്ങളെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി മാറ്റി. ഹല്ലേലൂയ. ഒരു വേദഭാഗം വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി എടുക്കാമോ? 9-ാം അധ്യായം എടുക്കാമോ? അതിന്റെ 22-ാമത്തെ വചനം വായിക്കുമോ? അപ്പോസ്തല പ്രവൃത്തി 9:22. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ
മിണ്ടാതാക്കി. ഇവിടെ ഒന്ന് പറയുമ്പോൾ പൗലോസോ ശൗലോ ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ച് യെരൂശലേമിൽ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി. പറ ശൗലോ മേൽക്ക് മേൽ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. അതിനാണ് കരം കൊടുത്ത് പറയാം മേൽക്ക് മേൽ ശക്തി പ്രാപിക്കണം. പറ മേൽക്ക് മേൽ ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിക്കണം. പറ മേൽക്ക് മേൽ ശക്തി പ്രാപിക്കണം. അല്ല അന്നത്തെ പ്രാർത്ഥനയല്ല ഇന്നും. ഹല്ലേലൂയ. അന്ന് തുടങ്ങിയ പ്രാർത്ഥന ഇന്ന് നിൽക്കുകയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ഹല്ലേലൂയ. എന്തോ കുഴപ്പമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ പൗലോസോ പൗലോസോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? മേൽക്ക് മേൽ ശക്തി പ്രാപിക്കണം. ശരീരണ്ടി ശക്തി പ്രാപിക്കണം. വേറ്റത്തിന് പറയാം ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിക്കണം. മരിയ സിസ്റ്റർ ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിക്കണം. ഇങ്ങനെ ഇരുന്നാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരുന്നാൻ പറ്റത്തില്ല. ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിക്കണം. എങ്കില് ഭൂത നിങ്ങളെ കാണുമ്പോൾ ഓടത്തുള്ളൂ. ഭൂത നിങ്ങളെ കാണുമ്പോൾ ഓടണമെങ്കിൽ ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിക്കണം. ഈ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഭൂത ഓടാത്തത്. ഹല്ലേലൂയ. മനസ്സിലായോ? ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് രോഗം മാറാത്തത്. ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം മാറാത്തത്. ഹല്ലേലൂയ. ഈ ശക്തി പ്രാപിച്ചാൽ രോഗം മാറും, ഭൂതം ഓടും, കടഭാരം മാറും, എല്ലാ പ്രശ്നവും മാറും. ഹല്ലേലൂയ. ശക്തി ഇല്ലാത്തതാണ് പ്രശ്നം. ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാര് മിണ്ടാതാക്കി. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ പഠിച്ച് ഇവിടുത്തെ കമ്മിറ്റിക്കാരെ മിണ്ടാതാക്കണം. പറ്റുമോ? പറ്റണം. പറ്റണം. നിങ്ങൾ ഈ വചനം പഠിച്ച് എന്ത് ചെയ്യണം? അവർ ചോദിക്കാൻ വന്ന വചനത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ പണ്ടാണെങ്കിൽ പല ചോദിച്ചാൽ ആട പിടിയുടെ അടി വഴക്ക് അതൊക്കെ മാറ്റിയിട്ട് ഇനി നമ്മൾ സംസാരിക്കേണ്ടത് വചനം. അല്ലേ ക്രിസ്ത്യൻ ഹല്ലേലൂയ. നമ്മള് എന്താണ് പറയണ്ടേ? വചനം പറയണം. ഹല്ലേലൂയ. ഇത് എന്ത് പറയണം? വചനം. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? കമ്പനികളെല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? നിങ്ങൾ മാനസാന്തരപ്പെട്ടോ? ഹല്ലേലൂയ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് ചോദിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ബൈബിളിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പൊ സ്നാനത്തെ കുറിച്ച് ചോദിക്കും. നിങ്ങൾ ബൈബിളിൽ വചനം എടുത്ത് കൊടുക്കണം. അറിയാമോ വചനം? സ്നാനത്തിന് വചനം അറിയത്തില്ല. ഇടയ്ക്ക് റോമർ ഈ വചനങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കണം. റോമർ ലേഖനം 6 റോമർ 6 റോമർ 6 അതിൽ 3-ാമത്തെ വചനം. കേട്ടോ അവിടെ പറയുന്നുണ്ട്. ഈ ഒരു വചനം നിങ്ങൾ എന്തിനാ കാണാൻ പഠിക്കണം? റോമർ 6:3 എന്തിനാണ് സ്നാനം എടുക്കുന്നത്? യേശുവിന്റെ മരണത്തോട് പങ്കാളികൾ, യേശുവിനോട് ചേരുവാൻ. യേശുവിനോട് ചേരുവാൻ. 2 അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരാൻ. ഈ വചനമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വായിക്കണം. ഹല്ലേലൂയ. അടുത്ത് പറയാൻ നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഈ അപ്പോസ്തലനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടില്ലേ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 38 മുതൽ താഴോട്ട് 7 കാര്യങ്ങളുണ്ട്. അല്ലെ? മറന്നുപോയി നിങ്ങൾ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം
37 ഒന്ന് വായിക്കുമ്പോൾ ഓടിച്ച് വായിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി ഒന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം. രണ്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അടുത്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അടുത്ത് പറഞ്ഞു അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ട് കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. അപ്പോ നിങ്ങൾ പറയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ ഒരു വ്യക്തിക്ക് അടിസ്ഥാനമായിട്ട് വേണ്ട എത്ര കാര്യങ്ങളാണ്? 7 ഉപദേശം. പറ 7. എത്ര ഉപദേശം? 7. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 37 മുതൽ വചനങ്ങൾ. ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. പറ മാനസാന്തരപ്പെടണം. പറ എല്ലാവരും പറ മാനസാന്തരപ്പെടണം. രണ്ടാമത് സ്നാനമേൽക്കണം. മൂന്നാമത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നാലാമത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, ഉപദേശം കൈക്കൊള്ളണം. അഞ്ചാമത് കൂട്ടായ്മ ആചരിക്കണം. ആറാമത് അപ്പം നുറുക്കണം. ഏഴാമത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ 7 കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ ഒന്നുകൂടെ പറയുമ്പോ അപ്പോസ്തല പ്രവൃത്തികൾ പറയല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന് 37 മുതലുള്ള വചനങ്ങൾ. നിങ്ങൾ വായിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും പറയണം. 7 കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. എത്ര കാര്യങ്ങൾ? അപ്പൊ ആരെങ്കിലും കമ്പനിക്കാർ വഴക്കൂടാൻ പറ്റും, ചോദിക്കണം. ഈ 7 കാര്യം നമ്മൾ ഒരു ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ട 7 കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കും. നമ്മള് പ്രധാന ബേസിക്കായിട്ട് എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? പറ 7 കാര്യങ്ങൾ. പറ 7 കാര്യങ്ങൾ. നമുക്കൊരു ദൈവത്തിന്റെ പൈതലായിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ 7 കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൃഷിയുടെ എത്ര കാര്യങ്ങൾ? 7 കാര്യങ്ങൾ. ഏതാണ് വേദഭാഗം? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37 മുതൽ. പറ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37 മുതൽ. ഒന്നാ നമ്മൾ എന്ത് ചെയ്യണം? കമ്പനിക്കാർ ചോദിക്കും മാനസാന്തരപ്പെട്ടോ? അടുത്ത് പറയണം സ്നാനം എടുക്കണം. നീ സ്നാനപ്പെട്ടിട്ടുണ്ടോ? അടുത്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നീ പ്രാപിച്ചോ? അടുത്ത അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം. നീ സ്വീകരിക്കുന്നുണ്ടോ? അടുത്ത് പറയുന്നത് കൂട്ടായ്മ ബന്ധം. അതുപോലെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യണം? കൂടി വരുന്നുണ്ടോ? അടുത്ത് പറയുന്നു അപ്പം നുറുക്കുന്നുണ്ടോ? പ്രാർത്ഥന കഴിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ 7 ഉപദേശം ഉള്ളവർക്കാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയാൻ പറ്റും. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് ശക്തി വെളിപ്പെടുത്തൂ. മേൽക്കുമേൽ ശക്തി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 7 കാര്യവും നിങ്ങൾ സ്വീകരിച്ചാലേ പറ്റത്തുള്ളൂ. എങ്കിലേ നമുക്ക് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, സാധാരണ ഇതുപോലെ ഇരിക്കാനാണെങ്കിൽ ആരും വരല്ലേ. ഹല്ലേലൂയ. അടുത്ത ദൈവത്തിന്റെ വേല എനിക്ക് ചെയ്യണം, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥന വന്നൊരു കാര്യമുള്ളൂ. അല്ല സമയം വേസ്റ്റ് ആക്കണ്ട. ഹല്ലേലൂയ. സമയം വേസ്റ്റ് ആക്കണ്ട. അല്ലേ? വല്ല കാര്യമുണ്ടോ? ആ സമയത്ത് സിനിമ കണ്ട് സീരിയൽ കണ്ട വീട്ടിലിരുന്നാൽ പോരെ. പക്ഷെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായിട്ട് മാറണം. പറ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായിട്ട് മാറണം. ഒന്നാമത് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. പറയാം മാനസാന്തരപ്പെടണം. രണ്ടാമത് സ്നാനമേൽക്കണം. മൂന്നാമത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നാലാമത് അപ്പോസ്തലരുടെ ഉപദേശം കൈക്കൊള്ളണം. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു കൂട്ടായ്മ ബന്ധം എന്ത് ചെയ്യണം? ആചരിക്കണം. അടുത്ത് പറയുന്നു നമ്മൾ പ്രാർത്ഥന കഴിക്കണം. അടുത്ത് പറയുന്ന അപ്പം നുറുക്കണം. ഹല്ലേലൂയ. 7 അടിസ്ഥാന ഉപദേശവും ഉള്ളവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. 7 അടിസ്ഥാന ഉപദേശം ഉള്ളവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുന്നു. ഹല്ലേലൂയ. അതിപ്പോ അവിടെ ബിഷപ്പാണെങ്കിൽ ശരി, അച്ഛനാണെങ്കിൽ ശരി, കമ്പനിക്കാരാണെങ്കിൽ ശരി, ആരാണെങ്കിൽ ശരി, 7 ഉപദേശം കൈക്കൊള്ളുന്നവർക്ക് മാത്രമേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളുടെ സ്നാനത്തെ കുറിച്ച് അയ്യോ നിങ്ങൾ സ്നാനപ്പെട്ട് ചോദിക്കും, അയ്യോ നിങ്ങൾ എന്തിനാണ് സ്നാനം എടുത്തത്? ആരാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? ഹല്ലേലൂയ. നിങ്ങൾ ഈ അപ്പോസ്തലപ്പെടുത്തിയതുകൊണ്ട് അത് വായിക്കുമ്പോൾ എത്ര പേര് സ്നാനം എടുത്തു?
3000 പേർ, പറ 3000 പേർ, ഒന്നും രണ്ടും പേരല്ല, 3000 പേർ സ്നാനപ്പെട്ടു. എന്തിനാ സ്നാനം എടുത്തത് ചോദിച്ചാൽ യേശുവിനോട് ചേരാൻ. പറ യേശുവിനോട് ചേരാൻ. ഹല്ലേലൂയ. പള്ളിയിൽ ചേരാൻ വേണ്ടിയല്ല, യേശുവിനോട് ചേരാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തിന് നിങ്ങൾ നിന്നാൽ ഈ ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നിലവാരങ്ങൾ മാറുകയാണ്, നിങ്ങളുടെ നിലവാരങ്ങൾ മാറുകയാണ്. ഒരു സൈഡിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമ്പോൾ മറു സൈഡിൽ പിശാചിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. പിശാച് പല പ്രശ്നങ്ങൾ കൊണ്ടുവരും. പക്ഷെ അതിനെ നോക്കി നീ ഭാരപ്പെടണ്ട. പത്രോസിന്റെ മേൽ ദൈവശക്തി ചലിച്ചപ്പോൾ, അവന്റെ കയ്യിൽ അത്ഭുതം നടന്നപ്പോൾ അവര് ചെയ്തത്, മഹാപുരോഹിതന്മാരും ബിഷപ്പ് അച്ഛന്മാരും ചെയ്തത്, ഇവരെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. ഇതിന് പറഞ്ഞ യേശുവിനെ പ്രസംഗിക്കരുത്. ഇന്ന് അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയാം, എന്തൊക്കെ പ്രശ്നം, എന്തൊക്കെ പ്രതികൂലം വന്നാലും നിങ്ങൾ യേശുവിനെ തെളിയിക്കുന്നവരായി മാറും. പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ, യാക്കോബിനെ പോലെ, ഫിലിപ്പോസിനെ പോലെ, അന്ത്രേസിനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനെ തെളിയിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഞാൻ പറയാം, വഴക്കൂടാൻ പോകരുത്, അടികൂടാൻ പോകരുത്, തെരുവിളിക്കാൻ പോകരുത്. നമ്മൾ മാന്യമായിട്ട് നിന്നുകൊണ്ട് മാന്യമായിട്ട് ദൈവത്തിന്റെ വചനം പറയണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഈ അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ നിങ്ങൾ വേദഭാഗം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37 മുതൽ നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്ത്യാനിയുടെ 7 അടിസ്ഥാന ഉപദേശം. എത്ര ഉപദേശം? 7. പറ, 7 അടിസ്ഥാന ഉപദേശം. 7 ഉപദേശം. ഒന്നാമത് മാനസാന്തരപ്പെടണം, രണ്ടാമത് സ്നാനമേൽക്കണം, മൂന്നാമത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം, നാലാമത് ഈ ഉപദേശം കൈക്കൊള്ളണം, അഞ്ചാമത് കൂട്ടായ്മ ബന്ധം ആചരിക്കണം, ആറാമത് നീ അപ്പം കുറിക്കണം, ഏഴാമത് നീ പ്രാർത്ഥന കഴിക്കണം. ഈ 7 കാര്യവും സ്വീകരിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആ വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ യേശുവിനെ തെളിയിക്കുന്നവരായിട്ട് മാറണം. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ തെളിയിക്കുന്നവരായി മാറിയെങ്കിൽ മാത്രമേ ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഉറച്ചു നിന്നാലേ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഈ ദൈവം അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനായ ദൈവമാണ്. അവൻ നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ഈ ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ നെഞ്ചുവരെ ഭാരപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ നെഞ്ചുവരെ ഇവിടെ ഇരിക്കും. നെഞ്ചുവരെ ഭാരപ്പെടുന്ന കരടുത്ത് പിടിക്കുക ആളുകളുണ്ടെങ്കിൽ ഉണ്ട്. ഹല്ലേലൂയ. ഒന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഓടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വേറെ കൊണ്ട് നെഞ്ചുവരെ ഭാരപ്പെടുന്നവരുണ്ട്. ഫ്രണ്ട് ഓടി ഇപ്പോൾ തന്നെ ആ നെഞ്ചുവരെ എല്ലാ കെട്ടുകൾ പൊട്ടി മാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം കർത്താവ് ഞാൻ അവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഭയങ്കര വിടുതൽ വ്യാപരിക്കണം. ഇപ്പോൾ തന്നെ അപ്പോസ്തലപ്രവൃത്തി വെളിപ്പെടുകയാണ്. അപ്പോസ്തലപ്രവൃത്തി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടട്ടെ. എല്ലാ നെഞ്ചുകളിൽ എല്ലാ അസ്വസ്ഥതയിലും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഭയങ്കര വിടുതൽ വ്യാപരിക്കട്ടെ. കർത്താവേ ഇപ്പൊ തുടങ്ങും. കർത്താവേ ഇപ്പൊ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നെഞ്ചിന് വിട്ടുമാറട്ടെ. ഈ സെക്കൻഡ് സൗഖ്യമാണ്. ഈ സെക്കൻഡ് സൗഖ്യമാണ്. ഒരു നെഞ്ചിന് തുടരും. ഒരു നെഞ്ചിന് തുടരും. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഭയങ്കര സൗഖ്യം വ്യാപരിക്കണം. സ്നേഹം ബ്ലെസ് ചെയ്ത് ഇപ്പോൾ ഭയങ്കര സൗഖ്യം വ്യാപരിക്കണം. ഭയങ്കര സൗഖ്യം വ്യാപരിക്കണം. ഭയങ്കര സൗഖ്യം വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് കൂടെ ഇരിക്കണം. അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുത്തി ഞാൻ അനുഗ്രഹിക്കുന്നു. തീയാട്ട് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നെഞ്ചിനെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തെ ബ്ലെസ് ചെയ്തു. ഇവർക്കിട്ട് പ്രാർത്ഥന ബ്ലെസ് ചെയ്ത് ബോധത്തിന് ഭയങ്കര മഹത്വം വ്യാപരിക്കണം. കർത്താവ് ദീപം തുറന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ നെഞ്ചുവേദനയും എല്ലാ ബുദ്ധിമുട്ടും ബോധന യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഭയങ്കര സൗഖ്യം വ്യാപരിക്കണം. ഭയങ്കര സൗഖ്യം വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൂടെ ഇരിക്കണം. അത്ഭുതങ്ങൾ ചെയ്യും. തീർക്കേണ്ടവർ ഇന്ന് പകൽക്കാലം കർത്താവേ ഞാൻ ഇവിടെ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയുടെ വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവിന് ഭയങ്കര ഗ്ലോറി ചലിക്കട്ടെ. എല്ലാവരും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ യേശുവിനെ തെളിയിക്കുന്നവരായി മാറട്ടെ. ഇവർ യേശുവിനെ തെളിയിക്കുന്നവരായി മാറട്ടെ. ഇവർ യേശുവിനെ തെളിയിക്കുന്നവരായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി
പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ അന്ന് നദിയായി ഒഴുകേണമേ അന്ത്യകാല അഭിഷേകം സകല ജലത്തിന്മേലും വൈദ്യുകാല സമയമല്ലോ ഇനി ആത്മാവ് കിടക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജലത്തിന്മേലും വൈദ്യുകാല സമയമല്ലോ ഇനി ആത്മാവ് കിടക്കണമേ പോലെ കിടക്കണമേ അഗ്നിയായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ അന്ന് നദിയായി ഒഴുകണമേ പോലെ കിടക്കണമേ അഗ്നിയായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ അന്ന് നദിയായി ഒഴുകണമേ അഗ്നിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം കടേണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം അഗ്നിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം കടേണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം പോലെ അഗ്നിയായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ അന്ന് നദിയായി ഒഴുകണമേ പോലെ കിടക്കണമേ അഗ്നിയായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ അന്ന് നദിയായി ഒഴുകണമേ സർവ്വയിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേദം ഞാൻ കാണുന്നു ആകാശം വിരച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ സർവ്വയിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേദം ഞാൻ കാണുന്നു അഗ്നിമഴ വിരച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ പോലെ കിടക്കണമേ അഗ്നിയായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ അന്ന് നദിയായി ഒഴുകണമേ പോലെ കിടക്കണമേ അഗ്നിയായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ അന്ന് നദിയായി ഒഴുകണമേ പോലെ കിടക്കണമേ അഗ്നിയായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ അന്ന് നദിയായി ഒഴുകണമേ ആ ദൈവത്തിന് തീബോധന കത്തുന്നു സകല പിശാചുക്കളുടെ എല്ലാ കെട്ടുകളും പൊടിഞ്ഞു മാറുക ദൈവത്തിന് ഭയങ്കര ഗ്ലോറികളിൽ പെടുന്നു ഇത് മക്കൾക്കളെ ഞാൻ പറയാൻ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് മാറ്റുകയാണ് ലോകം അറിയപ്പെടുന്ന അഭിഷിക്തരായി നിങ്ങളുടെ കൈയാൽ അത്ഭുതങ്ങൾ നടക്കുന്നവരായി അടയാളങ്ങൾ നടക്കുന്നവരായി എന്റെ ദൈവത്തിനെ മാറ്റുന്നു ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി രാത്രി ഉറങ്ങാതെ ഭാരപ്പെടുന്ന കരയത്തിൽ പിടിച്ചോ രാത്രി ഉറങ്ങാൻ പറ്റാത്ത കരയത്തിൽ പിടിച്ചോ ആ ദൈവത്തിന് ഭയങ്കര വ്യാപരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ദൈവത്തിന് കരം വെളിപ്പെടുകയാണ് ഉറങ്ങാൻ പറ്റാത്ത ദൈവം തൊടുന്നു ഇത് മകൾക്കാരെ ദൈവത്തിന് കരം നൽകിയിട്ട് ഇപ്പോൾ രാത്രി നല്ല ഉറക്കത്തെ കൊടുക്കുക നാമത് ഉറങ്ങാൻ പറ്റാത്ത ദൈവം തൊടുകയാണ് നാമത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ കരം നൽകിയാണ് ഇപ്പോൾ തന്നെ രാത്രി ഉറങ്ങുന്നത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തുടങ്ങുന്നത് ബ്ലസ് ചെയ്ത്
ഉറക്കത്തെ ഭാരത്തിന്റെ ബന്ധത്തോടെ ഇപ്പോൾ തന്നെ രാജസുഖം ഉറങ്ങണം. അവരെ ഉറക്കത്തെ തടയുന്ന സകല ദുരാത്മാവിന്റെ പകൽക്കാൻ യേശുവിന്റെ നാമത്തിൽ കൊണ്ടിട്ട് മാറ്റുന്നു. ഉറക്കത്തെ തടയുന്ന സകല ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഓർമ്മിക്കുന്നു. പകൽക്കാല ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി നൽകണം. യേശുവിനെ തെളിയിക്കുന്നവരാ തീരട്ടെ. രാത്രി സർപ്പത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നവർ ആ കെട്ടെല്ലാം പൊട്ടി മാറിയിട്ട് സർപ്പത്തിന്റെ സ്വാധീനം അഴിച്ചു മാറുന്നു. സർപ്പത്തിന്റെ സ്വാധീനം അഴിയുകയാണ്. സർപ്പത്തിന്റെ സ്വാധീനങ്ങൾ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറുകയാണ്. ഇപ്പോൾ സർപ്പത്തിന്റെ സ്വാധീനങ്ങൾ ഇന്ന് പകൽക്കാലം ഭവനത്തിൽ അഴിച്ചു മാറുകയാണ്. സർപ്പത്തിന്റെ സ്വാധീനം പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതമായി മാറട്ടെ. എല്ലാ ഉറക്കത്തിലും മുൻപിട്ട് മാറട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ ജനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു അനുഗ്രഹിക്കുന്നത് നല്ല ഉറക്കം കിട്ടട്ടെ. നല്ല ഉറക്കം കിട്ടും. നല്ല ഉറക്കം കിട്ടും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവം തുടർന്ന് ഇപ്പോൾ എല്ലാ കെട്ടുകളെ ഞാൻ പൊട്ടിച്ച് മാറ്റുന്നു. അനുഗ്രഹ സൗഖ്യം വ്യാപരിക്കട്ടെ. പരിപൂർണ്ണ വിടുതൽ വ്യാപരിക്കട്ടെ. പരിപൂർണ്ണ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. അനുഗ്രഹ സൗഖ്യം വ്യാപരിക്കുന്നു. എല്ലാ ബുദ്ധിമുട്ടുമാണ് പ്രാർത്ഥിക്കുകയാണ്. മക്കളെ ഇറങ്ങിക്കൊണ്ട് ഇപ്പോൾ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി. ഇവർ അത്ഭുതമായി മാറുന്നു. നെഞ്ചിന്റെ ഒരു എല്ലാം ഇപ്പൊ സൗഖ്യമാവും. ബിസ്കിന്റെ കമ്പനികളെല്ലാം ഇപ്പൊ സൗഖ്യം. നടുവിന്റെ പ്രശ്നങ്ങളെല്ലാം കാരണം സൗഖ്യമാക്കിയാണ്. ഇപ്പോൾ തന്നെ ആ നടുവിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്ന നടുവിലുള്ള തലവെട്ടി പിടിച്ചോ. ഇപ്പോൾ തന്നെ നടുവിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്ന നടുവേദന ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ നടുവിന്റെ എല്ലാ വേദനകളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഇവർ അത്ഭുതമായി മാറട്ടെ. ഇവർ അതിശയമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഇപ്പൊ ചെയ്തനായി നന്ദി. അപ്പാ ഇപ്പൊ ചെയ്ത നന്ദി. യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ. ഹല്ലേലൂയ. മുമ്പിലോട്ട് നിങ്ങൾ സിസ്റ്റർ രണ്ടുപേരും മുമ്പിലോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ് ഇപ്പോൾ കർത്താവിന്റെ നാമത്തിൽ വരെ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഒരു അസ്വസ്ഥത്തിൽ തുടങ്ങി. കർത്താവ് നാമത്തിൽ വരെ ബ്ലസ് ചെയ്യും. ഇത് പുതുതായിട്ട് വന്നവർ ഫ്രണ്ടിലോട്ട് വരാൻ ആദ്യമായിട്ട് വന്നവർ കർത്താവെ അവരെ ബ്ലസ് ചെയ്ത് ഇപ്പോൾ തന്നെ യേശു കൃഷ്ണ ഒരു പിശാചും തുടങ്ങി. ഒരു അസ്വസ്ഥത തുടർന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിച്ചത് ഇപ്പോൾ തൊട്ട് പിടിച്ച് ഓർപ്പിച്ച തുടർന്ന് അവർ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രവെക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രവെക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രവെക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചെയ്യും ഒരു പിശാചിനെ തുടർന്ന് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കയ്യുടെ എല്ലാ ബുദ്ധിമുട്ടും മാറണം. ഇനി ഒരു പിശാച് തുടരും. ഒരു പിശാച് തുടരും. കയ്യിലെല്ലാം ബുദ്ധിമുട്ട് കർത്താവ് എടുത്തു മാറ്റുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രവെക്കുന്നു. അപ്പോൾ അങ്ങയുടെ അത്ഭുതക്കാരുടെ വ്യാപരിച്ചാണ് ഒരു പിശാചത്തോടെ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങ് തന്നെ കൂടെ ഇരിക്കണം. അത്ഭുതങ്ങൾ ചെയ്യും. ഒരു വീടിൻ്റെ അകത്ത് കർത്താവ് മോനെ പ്രാർത്ഥിക്കുന്നു. മദ്യവനെല്ലാം മാറണം. ഭയങ്കര വിടുതൽ വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മോളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവിന്റെ കൂടെ ഇരിക്കണം. ജനപതി പോകാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായി തുറന്നു വരാൻ ഇന്ന് തന്നെ എല്ലാ ക്യാഷോടെ കയ്യിൽ വാരണം. യേശുവിന്റെ നാമത്തിൽ കൊടുക്കാന്ന് പറഞ്ഞില്ല. ഇന്ന് തന്നെ കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ എല്ലാ കേശയുടെ കയ്യിൽ വരട്ടെ വരട്ടെ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഭയങ്കര മഹത്വം വ്യാപരിക്കണം. കർത്താവ് നാമത്തിൽ അനുഗ്രഹിച്ചു എല്ലാ ക്യാഷും പോകുന്നതിന് വേണ്ടി ഒന്നിനും ഒരു കുറവുണ്ടാവത്തില്ല. കർത്താവ് എല്ലാ കർത്താവ് കൊടുത്തതിന് ഞങ്ങളെ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ചെയ്ത് കർത്താവിന്റെ കരം കൊണ്ടിരിക്കണം. ഭർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അത്ഭുതമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൂടെ ഇരിക്കണം. അത്ഭുതങ്ങൾ ചെയ്യണം. യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും ദീപ്തിയോട് കടന്നു വന്ന് ഒരു പാട്ടുപാടാൻ പുസ്തകം സ്വീകരിക്കും.